ഉത്തരേന്ത്യയിൽ ചില പാസ്റ്റർമാർക്ക് തല്ല് കിട്ടുന്നതായിട്ടുള്ള വാർത്തകളും മറ്റും നമ്മളിവിടെ ടെലിവിഷൻ ചാനലിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ അറിയാറില്ലേ? അത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ തന്നെയാണ് കാരണം. എങ്ങനെ തല്ല് കിട്ടാതിരിക്കും? പിന്നെ ഇവിടെ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിലും വലിയ കോമഡികൾ ഇവിടെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിനാൽ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല, ഒഴിവാക്കിവിടും. ഇപ്പം തന്നെ കേരളത്തിനൊരു മുഖ്യമന്ത്രി ഇല്ലാതായിട്ട് ദിവസങ്ങളായി. ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കോപ്രായങ്ങൾ ഓരോ നേതാവിൻ്റെയും ഫാൻസുകൾ പാലഭിഷേകം നടത്തുന്നു, ശയനപ്രദർശനം നടത്തുന്നു, പരസ്പരം ഫ്ലെക്സുകൾ വലിച്ചു കീറുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നു, സ്വന്തം നേതാവിനെ തന്നെ തന്തയ്ക്ക് വിളിക്കുന്നു. അങ്ങനെ എന്തൊക്കെ കോമാളിത്തരങ്ങളും കോപ്രായങ്ങളും നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഇത്തരം ഒരു അഭ്യാസം കണ്ടാലും മലയാളി പക്ഷേ അത് വലിയ മൈൻഡ് ചെയ്യില്ല. എന്നാൽ അതായിരിക്കില്ല ഉത്തരേന്ത്യയിൽ പോയി ഇതുപോലുള്ള അഭ്യാസങ്ങൾ കാണിച്ചാലുള്ള അവസ്ഥ. അപ്പോൾ ശരിക്കും അവർ കൈവച്ച് കഴിയുമ്പോൾ ഇവിടെ പക്ഷേ വാർത്ത കൊടുക്കുന്നത് ക്രിസ്ത്യൻ പീഡനം നടത്തുന്നു, ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന തരത്തിലൊക്കെ ആയിരിക്കും. എന്നാൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കണം, ക്രിസ്ത്യാനികളടക്കം ലക്ഷക്കണക്കിന് മലയാളികൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ജോലി ചെയ്യുന്നുണ്ട്, വ്യവസായം ചെയ്യുന്നുണ്ട്, അവിടെ കുടുംബവുമായിട്ട് താമസിക്കുന്നുണ്ട്. അവരെ ആരും ഒന്നും ചെയ്യുന്നില്ലല്ലോ. കിട്ടുന്നതൊക്കെ ഇതുപോലുള്ള ഐറ്റങ്ങൾക്കല്ലേ. അപ്പോൾ എന്തായിരിക്കും കാരണം എന്ന് ചിന്തിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഇതുപോലുള്ള കോപ്രായങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യാതെ വിടുന്നു. പക്ഷേ ഇതേ അഭ്യാസം കൊണ്ട് ഉത്തരേന്ത്യയിൽ ചെന്നാൽ അവർ താടിക്കിട്ട് തട്ടിവിടും. അതാണ് യാഥാർത്ഥ്യം.